ഹലോ കൂട്ടുകാരെ, എന്റെ പേര് സോണിക് എന്നാണ്. ഇത്രയ്ക്ക് സ്റ്റൈലിഷ് ആയിരിക്കുന്ന സൂപ്പർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്നെ എന്തിനെ ഈ കൊമ്പം മീശക്കാരൻ പിടിക്കാൻ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ കഥ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് നമ്മുടെ നീലമുള്ളം പന്നിക്കുട്ടനായ സോണിക്ക ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുകയാണ്. കുഞ്ഞുനാൾ മുതൽ ഞാൻ എന്റെ പവേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്റെ വളർത്തമ്മയായ ലോങ് ക്ലോ എന്നെ വഴക്ക് പറയുമായിരുന്നു. നിന്നെ വല്ല വില്ലന്മാരും പിടിച്ചോണ്ട് പോകുമെന്ന് അവര് പറയുന്നതൊന്നും ഞാൻ കേൾക്കുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ വില്ലന്മാര് എന്നെ തേടി വന്നു. അന്ന് ലോങ് ക്ലോ ഞാനുമായിട്ട് പറന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ പുള്ളിക്കാരിക്ക് ചെറുതായിട്ട് മാജിക് ഒക്കെ അറിയാമായിരുന്നു. കയ്യിലുള്ള ഒരു മാജിക് റിങ് വെച്ച് ഭൂമിയിലേക്ക് ഒരു പോർട്ടൽ അന്ന് തുറന്നു തന്നത് ലോങ് ക്ലോ തന്നെയായിരുന്നു. എന്നിട്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ കുറച്ച് റിങ്സും എന്റെ കയ്യിൽ തന്ന് എന്നെ ഭൂമിയിലേക്ക് വിട്ടു. അന്നായിരുന്നു ലോങ് ക്ലോയെ ഞാൻ അവസാനമായി കണ്ടത്. ആദ്യമൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. ഇപ്പൊ ഏകദേശം 10 വർഷമായി ഞാൻ ഭൂമിയിലുണ്ടെന്ന് സോണിക്ക് പറയുകയാണ്. ഇവിടെ ഗ്രീൻ ഹിൽസ് എന്ന് പറയുന്ന ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു കുഞ്ഞു പട്ടണത്തിലെ ഷെരീഫ് ആയിരുന്നു ടോം. അവനിപ്പോ ഓവർ സ്പീഡിന്റെ മെഷീൻ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോ ഒരു ഈച്ച പോലും അതുവഴി പാറിപ്പോകുന്നില്ല. പോകുന്നതാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ആമയാണ്. സോണിക്കിന് ഇവരെയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇവനെ ഒന്ന് പൊട്ടം കളിപ്പിക്കാനായിട്ട് സോണിക്ക് ഈ മെഷീന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ ഈ മെഷീൻ ഇങ്ങനെ ടീറ്റി അടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ടോമിനാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവാതെ പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സോണിക്കിന്റെ ഒരു മുള്ള് അവന് കിട്ടുന്നത്. അപ്പോഴേക്ക് പട്ടി എന്തോ ചിക്കൻ പാക്കറ്റ് മോഷ്ടിച്ചു എന്ന കേസ് അന്വേഷിക്കാനായിട്ട് അവൻ പോവുകയാണ്. ഈ ആമയെ അപ്പോഴേക്ക് ഒരു വണ്ടി അടിക്കാൻ വന്നു. അന്നേരം സോണിക്കാണ് ഈ കുഞ്ഞനാമയെ രക്ഷിക്കുന്നത്. നീ ഇവിടെയല്ല ജീവിക്കേണ്ടത്, നിന്നെ ഞാൻ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സോണിക്കാണെങ്കിൽ മെഗാ സ്പീഡിൽ ഇതിനെയും കൊണ്ട് കാട്ടിൽ കൊണ്ടുചെന്ന് ഇറക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആമയാണെങ്കിൽ വെട്ടി വിറയ്ക്കുകയായിരുന്നു. അത്രയ്ക്ക് സ്പീഡിലാണ് ആ പുള്ളി അവിടേക്ക് വന്നത്. ഇതിനുശേഷം സോണിക്ക് നേരെ അവന്റെ കുഞ്ഞു ഗുഹയിലേക്ക് പോകുന്നുണ്ട്, അവന്റെ വീട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ കാണിക്കുകയാണ്. ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ DC-യിലെ ഫ്ലാഷ് ആണ്. എന്നിട്ട് അവൻ മഷ്റൂം പ്ലാനറ്റ് കാണിച്ചു തരുന്നുണ്ട്. അന്ന് ലോങ് ക്ലോ എന്നോട് പോവാൻ പറഞ്ഞത് ഈ പ്ലാനറ്റിലാണ്. പക്ഷെ അവിടെ ഞാൻ മാത്രമേ മനുഷ്യന്മാരായിട്ട് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വർത്താനം പറയാൻ ആരും ഉണ്ടാവില്ല എന്ന് സോണിക്ക് പറയുകയാണ്. ഇവിടെ ആവുമ്പോൾ ടോം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ടോം എന്ന് പറയുന്നത് വളരെ കൂൾ ആയിട്ടുള്ള ഒരു ഷെരീഫാണ്. അവന്റെ ഭാര്യയായിട്ടുള്ള മാഡി ഉണ്ട്. പിന്നെ സോണിക്കിനെ കണ്ടു എന്ന് പറയുന്ന ക്രേസി കാളുണ്ട്. അങ്ങനെ എനിക്കിവിടെ എന്റർടൈൻമെന്റിന് ഒരുപാട് പേരുണ്ട്. രാത്രി ആവുമ്പോൾ ടോമിന്റെയും മാഡിയുടെയും വീട്ടിൽ സിനിമ വെക്കും. ആ സിനിമയും ജനൽ വഴി നമ്മുടെ സോണിക്ക് കാണാറുണ്ടായിരുന്നു. എന്നാൽ സോണിക്കിനെ ഇതുവരെ ഈ നാട്ടിലെ ആർക്കും അറിയില്ല. അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവനെ എല്ലാവരെയും അങ്ങോട്ട് അറിയാം. അങ്ങനെ ഇരിക്കെ ടോം ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ മാഡി ഒരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് ടോമിന് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അവിടേക്കുള്ള അപ്പോയിന്റ്മെന്റിൽ എത്തിക്കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടേക്ക് ഇവര് പെട്ടെന്ന് മൂവ് ചെയ്യുകയാണ്. അന്നേരം നമ്മുടെ മാഡി ആണെങ്കിൽ എന്റെ ചേച്ചിയുടെ വീട് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ റേച്ചലിന്റെ വീട്ടിൽ പോയി നാളെ തന്നെ താമസിക്കാൻ പോകുവാണ്. നിങ്ങൾ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് സാവധാനം അവിടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് മാറുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ ടോം ചോദിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഡോണറ്റ്സ് വളരെ ഇഷ്ടമുള്ള ടോം അവിടുത്തെ ഡോണറ്റ്സിനോട് അവന്റെ പോക്ക്, അതായത് അവൻ ഇവിടെ നിന്ന് പോകുവാണെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ബേസ്ബോളിന്റേതായിട്ടുള്ള ഒരു കളി നടന്നിട്ട് ആ ഗ്രൗണ്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. രാത്രി ആയപ്പോ സോണിക്ക അവിടേക്ക് കളിക്കാൻ വരുന്നുണ്ട്. അവനൊരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ തന്നെ ബോൾ എറിയുന്നു, പന്ത് അടിക്കുന്നു, ക്യാച്ച് പിടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവൻ കളിയിൽ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനെ എൻകറേജ് ചെയ്യാനോ അവന് വേണ്ടിയിട്ട് ക്ലാപ്പ് ചെയ്യാനോ ആയിട്ടോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ നമ്മുടെ സോണിക്കിന് നല്ല ഫ്രസ്ട്രേഷൻ വരികയാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാൻ എപ്പോഴും തനിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ സൂപ്പർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഇലക്ട്രിക് പൾസ് പുറത്തേക്ക് തള്ളി. അങ്ങനെ അവിടുത്തെ ഫുൾ പവറും ഓഫായി പോവുകയാണ്. ഇക്കാര്യം വെയ്ഡ് എന്ന മറ്റൊരു ഷെരീഫ് ഇപ്പൊ ടോമിനെ വിളിച്ച് അറിയിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാനിവിടെ ഫുൾ പാക്കിങ്ങിലാണ്, നീ മറ്റാരെങ്കിലും വിളിച്ച് ഇക്കാര്യം പറയൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ആ ഒരു സമയത്താണ് നമ്മുടെ സോണിക്കിന്റെ ആ മുള്ള് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ടോം കാണുന്നത്. ഈ ഒരു പവർ ഓഫ് വലിയ ചർച്ചയായിട്ട് മാറിയിട്ട് USA ഡിഫൻഡന്റിൽ വരെ ഇതിന്റെ ചർച്ച വരികയാണ്. ഇതിന് UFO കാരണമാണോ അല്ല ഏലിയൻസ് കാരണമാണോ, അങ്ങനെ പല ചർച്ചകളും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായി റോബോട്ട്നിക്കിനെ വിളിക്കാമെന്ന് മേജർ പറഞ്ഞപ്പോൾ ആ കിറുക്കനെ വിളിക്കണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസമാണ് റോബോട്ട്നിക്കിന്റെ എൻട്രി, അതായത് ആ കിറുക്കൻ സയന്റിസ്റ്റ്. അവന്റെ മുഖത്താണെങ്കിൽ കെട്ടുവെള്ളം കെട്ടിവെച്ച പോലെ ഒരു മീശയുണ്ടായിരുന്നു. അതായിരുന്നു ഹൈലൈറ്റ്. ഇവനാണെങ്കിൽ ഉടുക്കത്തെ ജാടയാണ്. ഇപ്പൊ ആർമി ഉദ്യോഗസ്ഥന്മാരോട് വന്നിട്ടാണ് ഒന്നുമല്ല, ഞാനാണ് ഇവിടുത്തെ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ കണ്ടുപിടിച്ച അവന്റെ ഡ്രോൺസ് ഉപയോഗിച്ച്
നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ആ പവർ ഓഫ് ഉണ്ടായതിന്റെ പ്രധാന കാരണം ഞാൻ തന്നെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഡ്രോൺസിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് വലിയ ആളൊക്കെ കളിച്ചിട്ട് അവന്റെ ഓപ്പറേഷൻ സിസ്റ്റം യൂണിറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ ഡ്രോൺസ് ആണെങ്കിൽ കാട്ടിലൂടെയൊക്കെ പോയിട്ട് ഒരു കാൽപ്പാട് കണ്ടുപിടിക്കുന്നുണ്ട്. 100 വർഷം അവന്മാർ അന്വേഷിച്ചാൽ കിട്ടില്ല, പക്ഷെ 1 സെക്കൻഡ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചു. ഈ കാൽപ്പാടിൽ പിടിച്ച് ഞാൻ കയറും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഏജന്റ് സ്റ്റോൺ എന്ന അവന്റെ അസിസ്റ്റന്റിനോട് വലിയ വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോബോട്ട്നിക്. അതിന്റെ നട്ടെല്ലിന്റെ വളവ് വരെ എനിക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നും അവൻ പറയുന്നുണ്ട്. സോണിക്കിന് അവന്റെ പിന്നാലെ ആൾക്കാർ വരുന്നുണ്ടെന്ന് മനസ്സിലായി. അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. ടോം മാഡിയെ വിളിച്ച് പാക്കിംഗ് ഒക്കെ അവസാനിച്ചു എന്ന് പറയുമ്പോഴാണ് പുറത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അവൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് മാഡിയുടെ ട്രാങ്കുലൈസർ ഒക്കെ എടുത്തിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഇവരുടെ വീടിന്റെ മട്ടുപാവിലായിട്ടായിരുന്നു സോണിക് ഉണ്ടായിരുന്നത്. ടോം അന്വേഷിച്ചു വന്ന് സോണിക്കിനെ കാണുകയും അറിയാതെ അവന്റെ കാലിലേക്ക് മയക്കുവെടി വെക്കുകയും ചെയ്തു. ഇവന്റെ കയ്യിലെ ഒരു റിങ് താഴെ തെറിച്ചുപോയി. അവൻ അറിയാതെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞതും അവന്റെ റിങ്ങിന്റെ ആ പാക്കറ്റ് ഒന്നാകെ ഈ ഒരു പോർട്ടലിലൂടെ അപ്പുറത്തേക്ക് പോയി ഇവൻ ഇവിടെ മയങ്ങി വീഴുകയും ചെയ്തു. ടോം അവനെ പിടിച്ചൊരു കൂട്ടിലാക്കി വെച്ച് ഇത് എന്തോന്ന് ജീവി എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ സോണിക് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, എന്റെ പിറകെയായിട്ട് ഒരുപാട് പേരെന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഞാൻ ശരിക്കൊരു മുള്ളം പന്നിയാണ്. അപ്പോഴേക്ക് റോബോട്ട്നിക്കും കൂട്ടരും ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നപ്പോ അവർ എന്നെ പിടിക്കാൻ വന്നതാ, നിങ്ങളല്ലേ എന്നെ മയക്കുവെടി വെച്ച് ഇവിടെ കെട്ടിയിട്ടത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് സോണിക് പറയുകയാണ്. റോബോട്ട്നിക് പുറത്തേക്ക് വന്ന് സോണിക്കിന്റെ കാൽപ്പാട് ട്രേസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ടോം പുറത്തേക്ക് പോയി എന്നിട്ട് മുഖത്തെന്താ ഒരു കെട്ടുവെള്ളമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ പുറത്തായിട്ട് ഒരു കാൽപ്പാട് കണ്ടു, നിങ്ങളുടെ വീടിനകത്ത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത് ഇവിടുത്തെ മര്യാദയാണ്, എന്റെ വീട്ടിലൊന്നും ഞാൻ കണ്ണിൽ കണ്ടവരെ അങ്ങനെ ചെക്ക് ചെയ്യാൻ വിടില്ല എന്ന് ടോം പറഞ്ഞു. അപ്പോഴേക്ക് ഈ റോബോട്ട്നിക് ഡ്രോൺസിനെ ആണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് പായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോബോട്ട്നിക് ഇവനോടത്ത് ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ടോം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡ്രോൺസിനെ കാണുമല്ലോ. ഈ മട്ടുപാവിലൊക്കെ ഡ്രോൺസ് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെയായിരുന്നു നമ്മുടെ സോണിക് ഇരുന്നിരുന്നതും. റോബോട്ട്നിക് മാക്സിമം ടോമിനെ ഇവിടെ ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ സോണിക് ആണെങ്കിൽ ആ ഡ്രോൺസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പന്ത് പോലെ ഉരുണ്ടിരിക്കുകയാണ്. അവനാകെ പേടിച്ചിരിക്കുവാണെന്ന് കേട്ടോ. അങ്ങനെ ഡ്രോൺസ് ഇവന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് ആ ലേസറിൽ നിന്ന് ഇവൻ ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു പോകുന്നുണ്ട്. ഈ ശബ്ദം കേട്ട റോബോട്ട്നിക് അകത്തെന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ടോമിനെ തട്ടി മാറ്റി അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതൊരു റാക്കൂൺ ആയിരുന്നു. പെട്ടെന്നായിരുന്നു തൊട്ടപ്പുറത്തുണ്ടായിരുന്ന നമ്മുടെ സോണിക്കിന്റെ ഒരു മുള്ളിങ്ങേര് കാണുന്നത്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അങ്ങേര് തിരിഞ്ഞതും ഒരു ഡ്രോൺ കൂടി അവിടേക്ക് വന്നു. ഇനിയിപ്പോ രക്ഷയില്ലെന്ന് കണ്ട് നമ്മുടെ ടോം ആണെങ്കിൽ ആദ്യം തന്നെ റോബോട്ട്നിക്കിന്റെ ആ മണ്ടത്തലക്കിട്ട് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സോണിക്കിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒളിച്ചു നിന്നപ്പോ പിന്നെയും ഈ ഡ്രോൺ ഇവരെ വിടാതെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം നമ്മുടെ സോണിക് ആണെങ്കിൽ ആ ഡ്രോണിന്റെ പിന്നാലെ പോയിട്ട് അതിനെ അവിടെ അടിച്ചിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും പുറത്തേക്ക് ഓടിയിട്ട് നമ്മുടെ ടോമിന്റെ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏജന്റ് സ്റ്റോൺ വരുന്നത്. അന്നേരം നമ്മുടെ സോണിക് ആണെങ്കിൽ അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോകുവാണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതെ, ഞാൻ ഇവിടെ നിന്ന് പോകുവാണ്, നീയും ഇപ്പൊ ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് സാൻ ഫ്രാൻസിസ്കോയിലുള്ള വഴി നമ്മുടെ സോണിക്കിന് അവൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ പോയി കഴിഞ്ഞാൽ പസഫിക് ഓഷ്യൻ ആണ് കാണുന്നത്, നിങ്ങൾ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാനും നിങ്ങളുടെ കൂടെ വരുവാണെന്നും പറഞ്ഞ് സോണിക് പിന്നെയും ടോമിന്റെ പിന്നാലെ കയറി കൂടിയിരിക്കുകയാണ്. അവസാനം ടോമിനത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ സാൻ ഫ്രാൻസിസ്കോ വരെ ഇവരൊന്നിച്ച് അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാമെന്നൊക്കെ നമ്മുടെ സോണിക് പറയുന്നുണ്ട്. അതിനെന്താ എന്നാണ് നമ്മുടെ ടോമും പറയുന്നത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഡിന്നർ കഴിക്കണം, ഫോൺ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഇവരൊരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി. അങ്ങനെ ടോം ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് തൊട്ടപ്പുറത്ത് നടക്കുന്ന പാർട്ടി നമ്മുടെ സോണിക് കാണുന്നത്. അവനാണെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു. ടോം ഫോൺ വിളിക്കുന്നത് വേഡിനെയാണ്. എന്നിട്ട് ആ ഒരു കൊമ്പമീശക്കാരനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും വേഡിന്റെ ആ ഓഫീസിൽ ഇവരുടെ ആൾക്കാരായിരുന്നു. അങ്ങനെ ഈ റോബോട്ട്നിക് ഫോൺ വാങ്ങിയിട്ട് ഉന്നനാൻ കൊന്ന് ഉണ്ടത്തത്ത് കുടിച്ച് ഓങ്കാരം നടനമാടിയിടുവേ എന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ ടോം അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്തു. റോബോട്ട്നിക് ആകെ ചമ്മി നാറി അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ഈ മണ്ടൻ കൊണാപ്പിയുടെ ഒരു കാര്യമെന്ന് വേഡ് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടോം ഫുഡുമായിട്ട് കാറിനടുത്തേക്ക് വന്നപ്പോ അവിടെ നമ്മുടെ സോണിക്കിനെ കാണുന്നില്ല. അവൻ തൊട്ടപ്പുറത്ത് ബാറിൽ പോയിട്ട് കണ്ണടയും തൊപ്പിയും ഒക്കെ ഇട്ടിരിക്കുവാണ്. എന്നിട്ട് എന്തായാലും കുറച്ച് ദിവസമല്ലേ ഞാൻ ഭൂമിയിലുള്ളൂ, ഞാൻ ഇവിടെ നിന്ന് ആ റിങ് കിട്ടിക്കഴിഞ്ഞാൽ മഷ്റൂം പ്ലാനറ്റിലേക്ക് പോവില്ലേ, അതുകൊണ്ട് എനിക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ടോം അത് സമ്മതിച്ചു കൊടുത്തു. നിനക്ക് എന്തൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ പറ, ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിക്കോ എന്ന് ടോം പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ സോണിക് ആണെങ്കിൽ ഒരു ബുക്കും പേപ്പറും എടുത്തോണ്ട് വന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി വെച്ചു. ഇത്രയ്ക്കധികം ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പെട്ടെന്നങ്ങ് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്റെ ഓരോ ആഗ്രഹങ്ങള്
ടോമിനെ കൊണ്ട് സാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോം അതിന് സമ്മതിച്ചു കൊടുത്തിട്ടാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും മാക്സിമം അവിടെ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ബാറിലെ ആൾക്കാരാണെങ്കിൽ ഈ ജിന്ദുവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോ പിന്നീട് അവിടെ നല്ല കലക്കം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോമിനെ ആ ആൾക്കാർ അടിച്ചപ്പോ സോണിക്കിന് അത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അവന് സൂപ്പർ സ്പീഡാണല്ലോ. അങ്ങനെ ഇവന്മാരെ അടിച്ചോണ്ടിരിക്കുമ്പോ അവനെല്ലാം സ്ലോ മോഷനിലാട്ടോ കാണുന്നത്. ഇവരിങ്ങനെ അടിക്കാൻ വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇവൻ മിന്നൽ വേഗത്തിൽ എല്ലാവരെയും കലക്കിന് എങ്ങനെയൊക്കെയാണോ അപകടപ്പെടുത്തുന്നത് ആ ഒരു രീതിയിലാക്കി വെച്ചിട്ട് നമ്മുടെ ടോമിനെ മാത്രം കറക്റ്റ് ഒരു സ്പേസിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല എൻജോയ് ചെയ്തു എന്ന് ടോമും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവര് പോകുമ്പോ നമ്മുടെ ടോമിനോട് സോണിക്കാണെങ്കിൽ എന്റെ കൂടെ ചേർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മോന്തിക്ക് അല്പം വീക്കം വന്നിട്ടുണ്ട്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇവരിപ്പോ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കൂടുതലായിട്ട് സോണിക്കിനെ കുറിച്ചിട്ട് ഇപ്പൊ ടോം അറിയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇതുവരെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരാൾ ഉണ്ടായിരുന്നില്ല എന്ന് സോണിക്ക് പരിഭവം പറഞ്ഞപ്പോ അതിനിപ്പോ എന്താ ഞാനില്ലേ എന്ന് ആ ഒരു ഇതിൽ നമ്മുടെ ടോമും പറഞ്ഞു. എന്തായാലും ഇപ്പൊ കിടന്നുറങ്ങ്, നാളെ നമുക്ക് കാര്യങ്ങൾ നോക്കാമെന്നും പറഞ്ഞ് ഇവർ അറിയാത്തത് TV വെച്ചുട്ടോ. അപ്പോഴാണ് നമ്മുടെ ടോമിനെ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച കാര്യം അറിയുന്നത്. പിറ്റേ ദിവസം റോബോട്ട്നിക്കിന്റെ ആൾക്കാർ ഈ ബാറിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയടക്കണാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നാലും നമ്മുടെ റോബോട്ട്നിക്ക് പിടിവിടാൻ തയ്യാറായിരുന്നില്ല. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സാധനം ഉണ്ടായിരുന്നു, അത് വെച്ച് ഇവരുടെ വണ്ടിയൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ സോണിക്കാണെങ്കിൽ ഇപ്പൊ ടോമിനോട് നിങ്ങൾ എന്തിനാ ഗ്രീൻ ഹിൽസ് വിട്ട് പോവാന്നൊക്കെ പറയുന്നേ, സാൻ ഫ്രാൻസിസ്കോയിലേക്കാൾ കൂടുതൽ ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂടെയല്ലേ നിങ്ങൾ ജീവിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ടോമിനത് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല, എന്റെ കഴിവ് തെളിയിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇവരുടെ പിറകെ ആയിട്ട് റോബോട്ട്നിക്കും കൂട്ടരും വരുന്നുണ്ടായിരുന്നു ഇവരെ വണ്ടിയെ ഫോളോ ചെയ്തിട്ട്. അങ്ങനെ സോണിക്കും ടോമും കൂടി ഇവിടെ ഭയങ്കര വാക്ക് തർക്കമായി. ആ ഒരു സമയത്തായിരുന്നു റോബോട്ട്നിക്ക് ഒരു അമ്പ് പോലുള്ള സാധനം ഇവരുടെ വണ്ടിയിലേക്ക് വിട്ടത്. അപ്പൊ വില്ലന്മാരെ പിറകെ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതറിഞ്ഞ സോണിക്കാണെങ്കിൽ വണ്ടിയുടെ പിന്നിലേക്ക് പോയി. അവനിങ്ങനെ പ്രഷറൈസ്ഡ് ആയിട്ട് പിന്നെയും ഇലക്ട്രിക് പൾസ് പുറത്തേക്ക് വരികയാണ്. അതോടെ ആ റോബോട്ട്നിക്കിന്റെ ഇലക്ട്രിക് വണ്ടി ഉണ്ടല്ലോ അതാകെ പൊട്ടിത്തെറിച്ചു പോയി. നമ്മുടെ സോണിക്കിനും ചെറുതായിട്ടൊരു മയക്കം സംഭവിച്ചു. എന്നാലും നമ്മുടെ ടോം അവിടേക്ക് വന്ന് നീ പെട്ടെന്ന് വന്ന് വണ്ടി കയറിക്കെന്ന് പറയുമ്പോൾ അവൻ അവിടെ ബ്രേക്ക് ഡാൻസും കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്ക് ആ പൊട്ടിത്തെറിച്ച വണ്ടിയിൽ നിന്ന് ഒരു മിനി മോഡൽ പുറത്തേക്ക് വരികയാണ്. അതിനെയും നമ്മുടെ സോണിക്ക ഓരോന്ന് കാണിച്ച് അവിടെ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ വല്ല ഫൈൻ അടച്ച് തീർക്കാമായിരുന്നു അല്ലേ. അങ്ങനെ ആ വണ്ടിയുടെ കാര്യത്തിനും തീരുമാനമായി. അതിനുശേഷം ആ വണ്ടി അപകടപ്പെടുത്തിയതിനു ശേഷം ആ വണ്ടിയിൽ നിന്ന് ദേണ്ട അടുത്തൊരു കുഞ്ഞുവണ്ടി പുറത്തേക്ക് വരുന്നു. ഇതെന്തോന്ന് വണ്ടി പ്രസവിച്ചോണ്ടിരിക്കുവാണോ എന്ന് സോണിക്ക് വിചാരിക്കുന്നുണ്ട്. ഈ വണ്ടി തിരുത്താനായിട്ട് നമ്മുടെ ടോം ആണ് വരുന്നത്. ടോം പറഞ്ഞു നീ വണ്ടി ഓടിക്കണം, ഞാൻ എന്തായാലും ഇതിന്റെ കാര്യം നോക്കിക്കോളാം എന്ന്. എന്നിട്ട് ഈ വണ്ടി ഒരു ഒറ്റ ചക്രത്തിലാണ് കേട്ടോ വരുന്നത്. അതിനെ അവന്റെ കയ്യിലുള്ള ട്രാങ്കുലൈസർ വെച്ച് നമ്മുടെ ടോം ആണെങ്കിൽ ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ വണ്ടി പൊട്ടിപ്പൊളിഞ്ഞപ്പോ അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞു ബോംബ് ഡ്രോൺ പോലെ പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ട് നമ്മുടെ സോണിക്കിന് ഇത് എന്താ സാധനം എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഡ്രോൺ ആണെങ്കിൽ ഇവരുടെ വണ്ടിയുടെ ആ മേൽഭാഗം മുഴുവനായിട്ട് പൊളിച്ചെടുത്തു. എന്നാലും ഇവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇക്കാര്യം ഏജന്റ് സ്റ്റോൺ പറഞ്ഞപ്പോ നീ ശരിക്കും അവരുടെ ടീമാണോ അത് എന്റെ ടീമാണോ എന്ന് ചോദിച്ച് റോബോട്ടിക് അവന്റെ കൊങ്ങിക്ക് പിടിച്ചു. അപ്പോഴാണ് സ്റ്റോണിൽ നിന്ന് സോണിക്കിന്റെ ഒരു മുള്ളി ഇങ്ങേർക്ക് കിട്ടുന്നത്. അത് ഭയങ്കര പവർഫുൾ ആണ്, ഇത് വെച്ച് അവനെ ഞാൻ തോൽപ്പിക്കുമെന്ന് റോബോട്ട്നിക്ക് പറയുന്നുണ്ട്. ടോം ആ സമയത്ത് സോണിക്കുമായിട്ട് റേച്ചൽ, അതായത് മേഡിയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. റേച്ചലിനാണെങ്കിൽ ടോമിനെ ഒട്ടും ഇഷ്ടമല്ല. മാഡിയോട് ഓരോന്ന് പറഞ്ഞ് അവനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും പറയുമായിരുന്നു. ടോം മാഡിയോട് എനിക്ക് നിന്നോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്, കാരണം ഇവളൊരു വെറ്റിനറി സർജൻ ആണ്. അപ്പൊ സോണിക്കിനെ ചികിത്സിക്കാനായിട്ടാണ് മാഡിയോട് പറയുന്നത്. റോബോട്ട്നിക്ക് ആണെങ്കിൽ അവന്റെ ആ ഒരു മുള്ളിന്റെ പവർ എത്രയാണെന്ന് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കയ്യിൽ അതിൻ്റെതായിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അൺലിമിറ്റഡ് പവർ സോഴ്സ് ആയിരുന്നു സോണിക്കിന്റെ ഒരു മുള്ളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് വച്ച് ഞാനൊരു കലക്കും എന്റെ സാറേ എന്ന് നമ്മുടെ റോബോട്ട്നിക്ക് പറയുന്നുണ്ട്. അത്രയ്ക്ക് സൂപ്പർ ആണല്ലോ സോണിക്ക്. അവൻ ഒന്നാകെ പിടിച്ച് വലിയ പവർ സോഴ്സ് ആക്കാമെന്ന് അവൻ വിചാരിക്കുകയാണ്. ഇവിടെ മാഡി ആണെങ്കിൽ ഇപ്പൊ സോണിക്കിനെ ചികിത്സിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇവന് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ മാഡി ആണെങ്കിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു മൃഗത്തെ ചികിത്സിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള പരിചയക്കുറവ് അവൾക്കുണ്ടായിരുന്നു. എന്നാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് സോണിക്കിന് താനെ ബോധം വരികയാണ്.
സോണിക്ക് എഴുന്നേറ്റ പാട് നമ്മുടെ മാഡിയോട് നിങ്ങളെ എനിക്കറിയാം, എല്ലാവരും എനിക്ക് നല്ല പരിചയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാഡി പേടിച്ചു പോയി. എന്നിട്ട് ടോമിനെ വിളിച്ചോണ്ട് പോയിട്ട് ദൈവമേ ഈ ഏലിയനെ വിളിച്ചോണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ ടോം ഉണ്ടായ കാര്യങ്ങളൊക്കെ മാഡിക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്തായാലും നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ടവറിന്റെ മുകളിലായിട്ടാണ് അവന്റെ റിങ്സ് ഉള്ളതെന്നും അവൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ റേച്ചലിന്റെ മകളായിട്ടുള്ള ജോജോ ആണെങ്കിൽ സോണിക്കിന് ഒരു പുതിയ ഷൂ ഒക്കെ ഗിഫ്റ്റ് ചെയ്തിരുന്നു. അവന്റെ കാലാകെ മുറിഞ്ഞിരിക്കുവാണെന്നും പറഞ്ഞ് മാഡി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ നമ്മുടെ സോണിക് ആണെങ്കിൽ അവിടെയുള്ള പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അത് നമ്മുടെ ടോമിന്റെ പട്ടിക്കുട്ടിയാണ്, അതൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോണിക്കിനെയും വിളിച്ചുകൊണ്ട് ടോമും മാഡിയും കൂടിയിട്ട് ഇവൻ പറഞ്ഞ ആ ഒരു ടവറിനടുത്തേക്ക് വന്നിരിക്കുവാണ്. സോണിക്ക് സൂപ്പർ സ്പീഡിൽ അവിടെ പോയി നോക്കുമ്പോൾ അവിടേക്ക് കടക്കാനായിട്ട് മനുഷ്യന്മാരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ടോമിനെയും മാഡിയെയും വിളിച്ചുകൊണ്ട് ടോമും മാഡിയും ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ പോലീസാണ് ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. സോണിക്കിന് ഒരു ബാഗിലാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. എന്നാൽ സോണിക്ക് ഉള്ളിൽ കിടന്ന് ഒച്ച വെച്ചപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പേടിച്ചോടി. ഈ ടവറിന്റെ മുകളിലേക്ക് അവരിപ്പോ വന്നിരിക്കുവാണ്. അവിടെ വന്നപ്പോ അവിടെ കിടന്നിരുന്ന ആ ഒരു റിങ് എടുത്തിട്ട് ഞാൻ എന്തായാലും മഷ്റൂം പ്ലാനറ്റിലേക്ക് പോകുവാണ്. ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ചു, അത് നിങ്ങളുടെ കാരണമാണ് ടോം എന്ന് പറഞ്ഞു. എന്റെ ഏറ്റവും വലിയ സുഹൃത്ത്, എനിക്ക് ഉണ്ടായതിൽ വെച്ച് ഒരു നല്ല സുഹൃത്ത്. എനിക്ക് പിന്നെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല, എന്നാലും എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അത് നിങ്ങളാണ്. അപ്പൊ എന്തായാലും ഞാൻ ഗുഡ് ബൈ പറയുകയാണെന്നും പറഞ്ഞ് ടോമിനോടും മാഡിയോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഇവൻ ആ റിങ് എടുത്തിട്ട് എറിഞ്ഞ് മഷ്റൂം പ്ലാനറ്റിലെ ആ പോർട്ടൽ തുറക്കാനായി നോക്കുമ്പോഴേക്ക് വന്നിരിക്കുന്ന ഒരുപാട് ഡ്രോൺസ്. അതായത് റോബോട്ടിനിക്ക് അവനെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. റോബോട്ടിനിക്ക് അവന്റെ ഹോവർ ക്രാഫ്റ്റും വെച്ച്, അതായത് നമ്മുടെ സോണിക്കിന്റെ ആ മുള്ളു വെച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു പവറിൽ പ്രവർത്തിക്കുന്ന ഹോവർ ക്രാഫ്റ്റും ഫ്ലൈറ്റ് സ്യൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ സോണിക്കിനെ തന്നെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. സോണിക്കിന് ഒന്നാകെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ പവർ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സോണിക് ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ കൊമ്പമീശക്കാരൻ എന്റെ കൈ കൊണ്ട് വല്ലതും വാങ്ങി വെക്കുമെന്ന് സോണിക്ക് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ടോമിനെയും മാഡിയെ രക്ഷിക്കാനായിട്ട് അവൻ ആ ടവറിൽ നിന്ന് താഴേക്ക് തട്ടിയിട്ടു. എന്നിട്ട് അവിടെ വന്ന ഡ്രോണും മിസൈലും എല്ലാം പൊട്ടിത്തെറിപ്പിച്ചു. പക്ഷെ റോബോട്ടിനിക്കിന്റെ കയ്യിൽ ഇവന്റെ ആ ഒരു മുള്ളിന്റെ പവർ ഉള്ളത് കൊണ്ട് റോബോട്ടിനിക്കും കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കി ചെയ്തു. അതോടെ സോണിക്കിന്റെ പ്ലാൻസ് ഒക്കെ പതറിയ പോലെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ടോമിനെയും മാഡിയെയും രക്ഷിക്കാനായിട്ട് ഗ്രീൻ ഹിൽസിലേക്ക് റിങ് വെച്ചൊരു പോർട്ടൽ സോണിക്ക് തുറന്നു. എന്നിട്ട് അവരെ സേഫ് ആക്കിയിട്ട് ഗ്രീൻ ഹിൽസിലേക്ക് എത്തിച്ചു. ഇനിയിപ്പോ സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മുടെ സോണിക്കും റോബോട്ടിനിക്കും കൂടിയിട്ടുള്ള ഫൈറ്റ് ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഈ മൊട്ടത്തലേന്റെ ഒരു കാര്യം, കമ്പുവെള്ളം കെട്ടിവെച്ച് നടക്കുക അവൻ. ഈ ഒരു ചേസിംഗ് സീനായിരുന്നു സിനിമയുടെ ഫസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതെ, ഇനി ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്റെ പവർ എന്താണെന്ന് അവൻ അറിയും. അവൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിക്കാനായിട്ട് വരില്ല എന്ന് സോണിക്ക് പറയുന്നുണ്ട്. അവൻ സൂപ്പർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്തേക്ക് പോർട്ടൽ തുറന്ന് ചൈനയിലെ വൻമതിൽ വഴിയും ഈജിപ്തിലെ പിരമിഡിലേക്കും എല്ലായിടത്തേക്കും ഇവര് പോകുന്നുണ്ട്. എന്നിട്ട് അവസാനം ഗ്രീൻ ഹിൽസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇവനെ സഹായിക്കാനായിട്ട് ടോം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ടോമിന് ഇപ്പൊ ആ ഒരു റിങ്ങിന്റെ പാക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ സേഫ് ആക്കി വെച്ചതിന് ശേഷം നീ എന്റെ ഫ്രണ്ടിനെ ഇപ്പൊ അടിക്കുവാടാ എന്ന് ചോദിച്ചോട്ട് ടോം ആണെങ്കിൽ ഈ റോബോട്ടിനിക്കിനെ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. ടോമിന് എന്തെങ്കിലും പറ്റിയപ്പോ ഗ്രീൻ ഹിൽസിലെ ആൾക്കാർ മുഴുവനായിട്ട് അവന് വേണ്ടി ഇപ്പൊ വന്നിരിക്കുകയാണ്. നീ എന്തിനാ ഇവന് വേണ്ടി വെറുതെ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നതെന്ന് റോബോട്ടിനിക്ക് ചോദിക്കുമ്പോൾ അവൻ വെറും ഒരു മുള്ളം പന്നിയല്ല, എന്റെ ഫ്രണ്ട് ആണെന്ന് ടോം പറഞ്ഞത് കേട്ടിട്ട് തളർന്നു കിടന്നിരുന്ന നമ്മുടെ സോണിക്കിന് പിന്നെയും ഊർജം വെക്കുകയാണ്. നിങ്ങൾ മാറി നിൽക്കുക, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവന്റെ കെട്ടുവെള്ളം ഞാനിപ്പോ ഹൗസ് ബോട്ട് ആക്കി മാറ്റൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സോണിക്കാണെങ്കിൽ റോബോട്ടിനിക്കുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോണിക്കിന്റെ പവറിന്റെ മുന്നിൽ റോബോട്ടിനിക്കിന്റെ ആ ഒരു മുള്ള്, അതായത് സോണിക്കിന്റെ തന്നെ ആ ഒരു മുള്ളിന്റെ പവർ ആണല്ലോ റോബോട്ടിനിക്ക് കാണിക്കുന്നത്, അതൊന്നുമല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ടോമിനോട് ഇപ്പൊ മഷ്റൂം പ്ലാനറ്റിലേക്കുള്ള ഒരു പോർട്ടൽ തുറക്കാനായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ റോബോട്ടിനിക്കിനെയാണ് സോണിക്ക് അവിടേക്ക് അയക്കുന്നത്. അതായത് ഞാനല്ല, ഈ പുള്ളിയാണ് അവിടേക്ക് പോകേണ്ടത്. ഇവനിവിടെ ഉള്ളപ്പോ ഭൂമിയിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ലെന്നാണ് സോണിക്ക് പറയുന്നത്. ഇപ്പൊ ഗ്രീൻ ഹിൽസിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാനായിട്ട് സോണിക്ക് കൂടി സഹായിച്ചിരിക്കുന്നു. അന്നേരം ടോം പറയുന്നുണ്ട് നിങ്ങളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. ഇപ്പൊ ഗ്രീൻ ഹിൽസിലെയും ഇവിടെ USA ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് തീർപ്പ് ആയിരിക്കുകയാണ്. നമ്മുടെ മാഡിയും ടോമും ആണെങ്കിൽ പിന്നെയും ഒന്നിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ ടോമും മാഡിയും കൂടിയിട്ട് വീടൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കാണാനായിട്ട് വന്നിരിക്കുവാണ്. അതൊരു മാനേജർ ആയിരുന്നു. ഇവർക്ക് എന്തോ പുതുതായിട്ട് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല സോണിക്കിനെ നിങ്ങൾ പിന്നെ കണ്ടിരുന്നു എന്ന്. സത്യം പറഞ്ഞ അത് അന്വേഷിക്കാനായിട്ടാണ് ഈ പുള്ളി വന്നത്. എന്നാൽ നമ്മുടെ ടോമും മാഡിയും ആണെങ്കിൽ ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ
നമ്മുടെ സോണിക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോണിക് അങ്ങനെ ഓക്കെ ഞാൻ വീട്ടിലേക്ക് പോകുവാണെന്നും പറഞ്ഞപ്പോ നിന്റെ വീട് ഇനി ഇവിടെയാണെന്നും പറഞ്ഞ് ഇവര് പുതുതായിട്ട് നമ്മുടെ സോണിക്കിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുതിയ റൂം അവന് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോ തന്നെ അവന് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. എന്ത് സൂപ്പറാ, നിങ്ങൾക്ക് എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ശരിക്കും എന്റെ അച്ഛനെയും അമ്മയും പോലെയാണെന്ന് വരെ നമ്മുടെ സോണിക് പറയുകയാണ്. അടുത്ത സീനിലാണെങ്കിൽ മഷ്റൂം പ്ലാനറ്റിൽ ഇരിക്കുന്ന നമ്മുടെ റോബോട്ടിനിക്ക്, അതായത് ആ കൊമ്പമീശക്കാരനെ കാണുകയാണ്. അവന്റെ മുഖം ഇപ്പൊ ഏകദേശം ഫുൾ കെട്ടുവെല്ലാം മുഖത്ത് കെട്ടിവെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. സോണിക്കിന്റെ ആ ഒരു മുള്ള ഇപ്പോഴും അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുമെങ്കിൽ അത് ഇതുകൊണ്ട് മാത്രമേ പറ്റൂ എന്ന് അവൻ വിചാരിക്കുകയാണ്. സോ ഈ ഒരു സീനിലാണ് നമ്മുടെ സോണിക് ദ ഹെഡ്ജ്ഹോഗ് 1 എന്ന മൂവി അവസാനിക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുവാണ്. ഈ ഒരു മഷ്റൂം പ്ലാനറ്റിൽ ഇരിക്കുന്ന റോബോട്ടിക്കിന്റെ സീനോട് കൂടിയിട്ടാണ് സെക്കൻഡ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതോ ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തിടാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, സ്പീഡ് കുറയ്ക്കണോ കൂട്ടണോ, അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്തേക്കുക. അടുത്ത അടിപൊളി മൂവിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.